എടാ ബാബുവേ, ഇങ്ങനെ ഫോണിൽ തോണ്ടി കളിച്ചോണ്ടിരിക്കാതെ നീയും കൂടെ പണിയെടുത്താൽ ഒരു തെച്ചൂടെ കിട്ടത്തില്ലായിരുന്നോ? സോറി, ഞാൻ പണി എടുപ്പിക്കാറേയുള്ളൂ. മാത്രമല്ല, ഇത്രയും വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള എന്നെ കണ്ടിട്ട് കൂലിപ്പണി എടുക്കാൻ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അല്ല, നിന്റെ ഭയ്യ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കണ്ടിട്ട് പറഞ്ഞു പോയ. ഭയ്യ പണിയെടുക്കും, പക്ഷെ ഞാൻ പണിയെടുക്കാൻ ഭയ്യ സമ്മതിക്കില്ല. അതാണ് സ്നേഹം. സത്യത്തിൽ എൻ്റെ ജോലി കൂടി ഭയ്യ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരും ഓരോ ചാക്ക് വീതം ചുമക്കുമ്പോൾ എൻ്റെ ഭയ്യ 2 ചാക്ക് വീതമാണ് ചുമക്കുന്നത്. അതിലൊരു ചാക്ക് എൻ്റെതാണ്. കേരളത്തിൽ 2 തച്ച് വാങ്ങുന്ന ഏക ബംഗാളി എൻ്റെ ഭയ്യയാണ്. അതിലൊരു തച്ചും എൻ്റെതാണ്. അതുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് പറയരുത്. ഞാൻ അദൃശ്യനായി നിന്നുകൊണ്ട് ജോലി എടുക്കുന്നുണ്ട്. ഭയ്യ, ഇതെന്താ ഒരു ചാക്ക് മാത്രം? ഇപ്പൊ ഞാൻ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. ഭയ്യ എവിടെ പോയി? ഞാനിന്ന് ഹാഫ് ഡേ ലീവാ. ഭയങ്കര ക്ഷീണം. എപ്പോഴും ഇങ്ങനെ ലീവ് എടുത്ത് എങ്ങനെ ശരിയാവുന്നത്? ഞാൻ മാത്രം ഇതുപോലെ കഷ്ടപ്പെട്ട് ജോലി എടുത്താൽ മതിയോ? ഉഴപ്പരുത് ഭയ്യ, ഉഴപ്പരുത്. മേലാൽ ഇത് ആവർത്തിക്കരുത്. മേലാൽ അപകീർത്തിക്കില്ല. അപകീർത്തിക്കരുതല്ല, ആവർത്തിക്കരുത്. ആ സാധനം. ഇത്രയും നാളായിട്ട് മലയാളം ശരിക്കും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. ആ കുഞ്ചു ഓടിക്കാതെ അവിടെ കൊണ്ടിട്ടിട്ട് പണി നിർത്തിക്കോ. ഞാനും ഒന്ന് ഹാഫ് ഡേ ലീവാ. ബാബുവേ, ഒന്നവിടെ വന്നേ. നീ വന്നേ. കുറച്ച് നാളായിട്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. എന്താ? ആ ബാബു നിന്നെ ശരിക്കും മുതലെടുക്കുക. നിന്റെ കെയർ ഓഫ് ബംഗാളിൽ പോയി തൊഴിലാളികളെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്ത് നല്ല കാശുണ്ടാക്കുന്നുണ്ട്. അതൊന്നും പോരാഞ്ഞ് കൂലി തരാതെ കാലങ്ങളായി നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കല്ലേ. കള്ളനാവൻ, കള്ളൻ. ഭയ്യയുടെ വീട് എന്റെ വീട്. അവർക്ക് വേണ്ടി മറിക്കുന്ന പറഞ്ഞ ഞാൻ ജോലി ചെയ്യും. അതിന് എനിക്ക് കൂലി വേണ്ട. മനസ്സിലാവടാ? കടുവേറി പോണേ. കാലുവാരി പോണ ആ സാധനം. പണി സൈറ്റ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. ഒരുത്തിനും ഒരു ഉത്തരവാദിത്വമല്ല. എന്റെ വായിന്ന് അവന്മാർ കേൾക്കും. സിമന്റ് കയ്യിലൊക്കെ തേച്ചേക്കാം. സാറ് ഇതിനൊക്കെ വെയിറ്റ് കൂടി തുടങ്ങിയ. ആകെ ടയേർഡായി. 11 മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ? അതിന് സമയമായില്ലല്ലോ. നീ ഇപ്പൊ വന്നേലുള്ളൂ. വന്നുകൊണ്ടല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ഭാര്യയായിട്ട് സൊല്ലാം. ആ ഡേ, ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണ അങ്ങോട്ട് വരും. ഇവിടുന്ന് 10-24 കിലോമീറ്ററല്ലേ ഉള്ളൂ. ഞാൻ തിരിച്ചു വന്ന് പണിക്ക് കയറിക്കോളാം. എന്റെ സോമ, നിന്ന് വാചടിക്കാതെ വിത്തൊന്ന് ഫിനിഷ് ചെയ്യും. പുതിയ സൂപ്പർവൈസർ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അയാൾ നമ്മളെ ഫിനിഷ് ചെയ്യും. ഡാ സണ്ണി, എന്നെ പോലെ സ്കിൽഡ് ലേബേഴ്സ് അങ്ങനെ ചത്ത് പണിയെടുക്കാറില്ല. അവരുടെ ബുദ്ധിക്കും പ്ലാനിങ്ങിനുമാണ് ക്യാഷ്. എത്ര എഞ്ചിനീയേഴ്സ് പ്ലാനിങ്ങിലെ ഡൗട്ട് ചോദിച്ച് എന്റെ അടുത്ത് വരുന്നെന്ന് നിനക്കറിയോ? ഇന്ന് രാവിലെയും കൂടി വന്നിരുന്നു ഒരുത്തൻ. കുത്തബ് മിനാർ ചരിഞ്ഞു പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചോണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, വലിയ വലിയ സംഭവങ്ങളൊക്കെ അല്പം ചരിഞ്ഞ് നിൽക്കുമെന്ന്. ഉദാഹരണത്തിന് നമ്മുടെ ലാലേട്ടൻ ഫുൾ ടൈം ഇങ്ങനെ ചരിഞ്ഞല്ലേ നിൽക്കുന്നത്. അതുപോലെ അങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പണിയെടുക്കടാ. ഞാൻ മുകളിൽ പോയി അല്പം കാറ്റ് കൊണ്ടിട്ട് വരാം. വിയർപ്പിന്റെ അസുഖമുള്ളതാണ്. ജൽദി കാം കരോ. കട്ടയ്ക്ക് നോവൊന്നുമില്ല. ഇവനെന്താ വഞ്ചി കുത്തി കളിക്ക? അരേ ബായ്, ഏയ് തൂ കാം കരോ. ഈ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാനാ ബുദ്ധിമുട്ട്. തും ക്യാ കർത്താ? കേൾനേക്കോ ആയാ? ജൽദി കാം കരോ. ഹാ, ക്യാ ദേഖ് രഹേ ജാവോ? ഹാ, നീ ചോന്ന ബെനിയിലിട്ട് കമ്മ്യൂണിസം കളിക്കാൻ അടിക്ക് ഞാൻ. മോളിൽ നിക്കണവര് സൂക്ഷിച്ച് നിക്കണം കേട്ടോ. എന്റെ തലയിലേക്ക് വീഴരുത്. ഞങ്ങളുടെ ആളുകളുടെ കൂടെ കൂടിയിട്ട് നിങ്ങളും ചീത്തയാവണ്ടാ. അതാരാ? സബ് വല്ല കോൺട്രാക്ടറാണോ? ഏയ്, ഇത് നമ്മുടെ ബാബുല്ലേ, ബംഗാളി ബാബു. അവന്റെ അപ്പനാ ചാക്കോ. നീ മരത്തുമിങ്ങനെ ഷേവ് ചെയ്ത് പിടിക്ക. ഇങ്ങനെ ഇങ്ങനെ ഷേവ് ചെയ്ത് വലിയ കോൺട്രാക്ടർ ആയിരുന്നു. പാവം. ഇപ്പൊ തലയ്ക്ക് ലൂസാ. ചിലപ്പോ കൂടും, ചിലപ്പോ കുറയും. ഏത് സൈറ്റ് കണ്ടാലും പുള്ളിക്കാരന്റെ സൈറ്റാന്ന് കരുതി വന്ന് ഭരണോ. കാണുമ്പം വിഷമം തോന്നും. എന്ത് ചെയ്യാനാ? ഊഹക്കച്ചവടം നടത്തി പണി കിട്ടിയതാ. സിറ്റിയിലെ കണ്ണായ സ്ഥലത്തായിരുന്നു പുള്ളിക്കാരന്റെ തറവാട്. ഒരു കൽക്കട്ട കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റിൽ തറവാട് പൊളിച്ചു കളഞ്ഞ് 12 നില ഫ്ലാറ്റ് പണിയാൻ ഒരുങ്ങിയതാ. 50 ലക്ഷം രൂപയും താഴത്തെ 2 ഫ്ലാറ്റും ചാക്കോ സാറിന്. അതായിരുന്നു കണ്ടീഷൻ. പക്ഷേ
ഫയലിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേ വന്നു. അടുത്തുള്ള കെട്ടിടങ്ങൾക്കൊക്കെ തകരാറ് സംഭവിക്കുമത്രേ. ചുരുക്കി പറഞ്ഞ ഫ്ലാറ്റും ഇല്ല, കാശും ഇല്ല, ആകെ ഉണ്ടായിരുന്ന തറവാടും പോയി. അതോടെ ചാക്കോ സാറിന്റെ തലയിലെ ഫ്യൂസും പോയി. എന്തു നിലയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനാ. ഈ ചാക്കോ സാറിന്റെ പുഷ്കര കാലത്ത് മീൻ കച്ചവടവുമായിട്ട് നടന്നിരുന്ന കോര ഇപ്പൊ വലിയ കോൺട്രാക്ടർ. ഇതാണ് സോമൻ പറഞ്ഞ കോൺട്രാക്ടർ കോര. മീൻ കച്ചവടം കൊണ്ട് ഒരു തിമിംഗലമായി വളർന്ന പണക്കാരനായ കോൺട്രാക്ടർ. കീഴ്ജാതിയിൽ നിന്നും മാർഗം കൂടി ക്രിസ്ത്യാനിയായ കോരയ്ക്ക് മേൽജാതിക്കാരോടും വെളുത്തവരോടും തീരാത്ത പകയാണ്. പ്രത്യേകിച്ച് മുൻ സീറ്റിലിരിക്കുന്ന തൻ്റെ PA ആയ ഈ ജയകൃഷ്ണൻ നമ്പൂതിരിയോട്. ഡ്രൈവറെ മോളെ കോളേജിൽ വിട്ടിട്ട് വേമ്പ. ശരി സാർ. ശരി സാർ. പോട്ടെ പോട്ടെ. ടാറ്റ മോളെ. ഇനി മുന്നോട്ട് നടക്കാൻ അടിയൻ കൽപ്പിക്കണോ? അത് പറഞ്ഞപ്പോ എന്റെ മുന്നിൽ പോണു. പുറകെ നടക്കണോ? എന്താ മുതലാളി? ഇപ്പൊ ഇയാളെ കണ്ട ഇയാളെന്റെ മുതലാളി, ഞാൻ അയാളെ തൊഴിലാളിയാണെന്നല്ലേ വിചാരിക്കുള്ളൂ. ഏയ്, മുതലാളിയെ കണ്ട മുതലാളിയായിട്ടാ തോന്നുന്നു. അങ്ങനെ അങ്ങോട്ട് സൂചിപ്പിക്കല്ലേ. ഈ ബേസ്ലേറ്റും സിൽക്ക് ജുബിയെ ഊരിട്ട ഞാനൊരു കൂതറയാണെന്ന് എനിക്കറിയാം. ഇവൻ സുമുഖൻ സുന്ദരൻ, പക്ഷെ എന്റെ പുറകെ നടക്കുന്ന വെറും ഒരു പണിക്കാരൻ. മേമനില്ലാത്ത കുട്ടിയാ. എനിക്ക് ഇല്ലങ്ങളോട് വലിയ സ്നേഹ. അതാ ഇങ്ങനെ കൊണ്ടു നടക്കണത്. ഇത്ര സ്റ്റൈലൊന്നും വേണ്ട. മുതലാളി എന്തീ കാണിക്കണേ? വേഗം പോയി ഒരു ചായ വാങ്ങിച്ചിട്ട് വാടാ. മുതലാളി, ഞാൻ മുതലാളിയുടെ പിയാണ്. വാലിക്കാരനൊന്നല്ല കേട്ടോ. പിയക്കെന്താ കൊമ്പുട്ടോ? പി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പേഴ്സണൽ അസിസ്റ്റന്റ് അല്ല, പറയുന്നത് അനുസരിക്കുന്നവൻ. ഓ ചായ വാങ്ങിച്ചിട്ട് വാടാ പിയ മോന്. വാഷാളൻ, അയാളെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ചേട്ടനറിയോ, PA എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ട് വാലേക്കാരൻ, തോട്ടക്കാരൻ, തേപ്പുകാരൻ, ഈ എല്ലാ തസയിലും ഞാനാ. ഇപ്പം ഞാൻ തന്നെ ഒരു ട്രേഡ് യൂണിയനാ. മാങ്ങാത്തുലി. ഇയാൾക്ക് പറ്റിയതേ ആ പഴയ പരിപാടിയാ, മീൻ കച്ചവടം. ചായ. क्या देख रहा है? कुछ नहीं साहब. जा साला. താഴേക്ക് പോകുമ്പോ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, ചാടുന്നതല്ലേ നല്ലത്. ദൈവമേ, ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണല്ലോ എതിരെ വന്നത്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ കാണാനില്ലല്ലോ. ഇങ്ങോട്ട് പോണോ അതോ അങ്ങോട്ട് പോണോ? അന്ന് ഇങ്ങോട്ട് പോ. എന്താ കോര, ഇന്ന് മീൻകുട്ടിയൊന്നും കാണുന്നില്ലല്ലോ. ഇന്ന് കച്ചവടത്തിനൊന്നും പോയില്ലേ? മുതലാളി, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇപ്പൊ മീൻ കച്ചവടം ഇല്ല. ഞാനിപ്പോ കോൺട്രാക്ടർ അല്ലേ. അതേതായാലും നന്നായി. മീൻ മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്ത് വാങ്ങിക്കുന്നത് വളരെ നല്ല ബിസിനസ്സാ. അതിരിക്കട്ടെ, നിന്റെ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ പറമ്പിൽ പണിക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അച്ഛൻ മരിച്ച് പറമ്പിൽ ബലിക്കല്ലായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 12 മുതലാളി. ഓ, അതിനുശേഷം നീ മാർഗം കൂടി ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചത്. ഓർമ്മയുണ്ട്. അമ്മ കാളിപ്പോ. അച്ഛൻ മരിച്ച് 2 വർഷം കഴിയുമ്പോ അമ്മയും മരിച്ച്. മുതലാളി വീട്ടിലേക്ക് എല്ലി. എല്ലാവരും മരിച്ച സ്ഥിതിക്ക് ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ട് ആരെ കാണാനാ? അയ്യോ, എന്റെ വീട്ടിലേക്കല്ല, മുതലാളിയുടെ വീട്ടിലേക്ക്. ഞാൻ വീട്ടിൽ പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? കണ്ണ് തെറ്റിയ എന്താ ഇത്? സിമന്റ് മുതലാളി. ഭിത്തിക്കുള്ള പരിക്കന്റെ റേഷ്യോ എത്ര എടുക്കണേ? ഒരു ചട്ടി സിമന്റിന് 5 ചട്ടി മണല്. 5 ചട്ടി മണല. 4 ചട്ടി കൂടുതൽ പാടില്ല എന്ന് അറിഞ്ഞുകൂടാ. കള്ളപ്പണി പണിയുന്നോനെ. അയ്യോ സോമൻ, കള്ളപ്പണി ചെയ്ത് എനിക്ക് കാശ് ഉണ്ടാക്കണ്ട. ഒരുത്തനും ഇവിടെ പണിയേ വേണ്ട. നീ ഇവിടെ ഇനി മീനും കൊടുക്കണ്ട. ഈ സിമന്റ് കൂട്ടുന്നത് ആരാന്ന് ഞാൻ നോക്കട്ടെ. ഉപ്പുമാവ് ഉണ്ടാക്കി കളിക്കുക നിന്റെ. ഇത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോ പറയണത് തലയ്ക്ക് സുഖമില്ല. ആർക്ക് തലയ്ക്ക് സുഖമില്ല? എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. എല്ലാം ഇവിടെ വരുമ്പോ ഒരു ഡ്യൂട്ടി സമയത്ത് കപ്പലടി തിന്നുന്നു.
വേണ്ട പറ്റില്ല. ഒന്നും ചെയ്യണ്ട. വേണ്ട. സൂരത്ത ആളാ, ഞങ്ങൾ നോക്കിക്കോളാം. വിളിച്ചോണ്ട് പോടാ. നിന്റെ ബിസിനസ് നല്ലതാ, മീൻ ചതിക്കില്ല. ആ കപ്പലിന്റെ തിന്നണു മുഴു പ്രാന്താട്ട, വെറുതെ നടിക്ക. അടി കൊണ്ടിട്ട് നല്ല വേദനയുണ്ട്. ദേ എന്റെ മോനെ മോനെ, അപ്പനെ തല്ലിയിടാ. ആരാ എൻ്റെ അപ്പനെ തല്ലിയത്? അത് ആരാന്ന്? അതെ, അപ്പന്റെ ഭാഗത്ത് തന്നെ തെറ്റി. അപ്പൻ സൂപ്പർവൈസർ മണികണ്ഠനെ തല്ലിയപ്പോഴാ അവൻ തിരിച്ചിരിക്കുന്നത്. നിന്റെ അപ്പനായിരുന്ന? അതറിഞ്ഞില്ല ഞാൻ. അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഇയാളെ അങ്ങ് തീർത്താനെ. ബാബു, എടാ ഇയാളെയൊക്കെ പ്രാന്ത് പിടിച്ചാ കൊണ്ടുപോയി ചങ്ങലക്കിടറാ, അല്ലെങ്കിലേ ആമ്പിള്ളാരുടെ കൈ കൊണ്ട് ചിലപ്പോ ചാവും. ബാബു വേണ്ട. പണി തടസ്സപ്പെടുത്തി മറ്റുള്ളവർ ഉപദ്രവിച്ചാ ഞങ്ങളെപ്പോലെ എല്ലാവരും ക്ഷമിച്ചൊന്നും വരില്ല. നീ അപ്പനെയും വിളിച്ചോണ്ട് പോ, ചെല്ല്. മനസ്സിന്റെ സമനില തെറ്റിയ ഈ പാവത്തിനെ ഉപദ്രവിച്ച നിനക്കാ ശരിക്കും ഭ്രാന്ത്. സ്വബോധമില്ലാതെ ആണെങ്കിലും എൻ്റെ അപ്പൻ തെറ്റിയതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. കണക്ക് തീർക്കാൻ എനിക്കും അവസരം വരും. സൂക്ഷിച്ചോ.